എന്താ ഇത്, ഇവിടെ റോഡ് കാണുമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ വലുതായിട്ട് ഹീറ്റാക്കാനും വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഫാൻ റണ്ണിങ് ആണ് കേട്ടോ. ആ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഹായ് ഗൈസ്, അഗെയിൻ കെയിൽ വണ്ടിയാണ്. അപ്പം നമ്മളിപ്പോൾ ഡേ 2 ആണ് കൊല്ലം ട്രയംഫിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഇന്നലെ സ്പീഡായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സ്ക്രാംബ്ലർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് ഓടിച്ചു. അപ്പം ഓടിച്ചിട്ട് ഞാൻ പയ്യെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ സൈഡിലാണ്. ഓക്കെ, ഇഗ്നോർ ഓൾ ദോസ് സ്റ്റഫ്. ഞാൻ ആദ്യമേ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. രണ്ടിൻ്റെ എൻജിൻ സെയിം ആണെങ്കിലും ട്യൂണിങ് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അത് ഓട്ടിക്കുമ്പോൾ നല്ല രീതിക്ക് അറിയുന്നുമുണ്ട്. പിന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു ലേശം കുറവാണോ എന്നൊരു ഡൗട്ടുണ്ട്. 13 ലിറ്റേഴ്സാണ്, പക്ഷേ എന്തോ കുറച്ചും കൂടെ കൂട്ടായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു. കാരണം 1000 രൂപീസിന് അടിച്ചപ്പോഴേ ഫുൾ ടാങ്കായി. ഇങ്ങനെ കണക്കൂട്ടിയാലും ഒരു 350 കിലോമീറ്റർ ഫുൾ ടാങ്കിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതൊന്ന് നോക്കണം. കാരണം ഒരു സ്ക്രാംബ്ലറൊക്കെ ഇറക്കുമ്പോഴേ കുറച്ചും കൂടെ ഒന്ന് റേഞ്ച് കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. മൈ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, ബാക്കി സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പീഡിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതാണ്. ബാക്കിൽ നിന്നുള്ളത് നിങ്ങൾക്ക് കാണാം. സൈലൻസർ മറ്റേനകത്ത് ഒരു സിംഗിൾ സൈലൻസറായിരുന്നു, ഇവിടെ ഒരു സ്പ്ലിറ്റിങ് വരുന്നുണ്ട്. അല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. എഞ്ചിനൊക്കെ അതേണൊക്കെ തന്നെ ലിക്വിഡ് കൂൾഡാണ്. സെയിം എഞ്ചിൻ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഹോണിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ കൊള്ളായിരുന്നു. ഓക്കെ റൈറ്റ്, ആ ഹെഡ്ലൈറ്റ് എല്ലാം സെയിം തന്നെയാണ്, പക്ക സെയിം. പിന്നെ ടയർ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഇത് 19 ഇഞ്ചാണ്. അതിനകത്ത് ഫ്രണ്ടിൽ 17 തന്നെ ആയിരുന്നു ഇട്ടിരുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതുവരെയായിട്ടും പറയാനും വേണ്ടി തോന്നിയില്ല. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പയ്യെ ഓരോന്നോരോന്ന് ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, സ്പീഡിനെക്കാട്ടി കുറച്ചും കൂടെ പെട്ടെന്ന് പവർ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒന്ന് കൈ എടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ട് വീല് പൊങ്ങുന്ന കണക്ക് എനിക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. അതറിയാനും പറ്റുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഫസ്റ്റ് ബൈക്കായിട്ട് എടുക്കുന്നവരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ചുമ്മാ എടുത്ത് വെച്ച് കൈ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, അറിഞ്ഞൂടാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പം അതൊന്ന് നോക്കിയും കണ്ട് ചെയ്താൽ കൊള്ളാമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ റോഡിലിങ്ങനെ ഓടിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്പീഡിൽ കണ്ട ആ ഒരു രീതി തന്നെയാണ്. പക്ഷേ ഈ ലോവർ സ്പീഡ്സിലോട്ട് വരുമ്പോഴാണ് ആ ഒരു ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് ഉള്ളത് നിങ്ങൾ അറിയുന്നത്. കാരണം എനിക്കെന്തോ ലോവർ സ്പീഡ്സിൽ സ്പീഡാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ ഇത്, ഇവിടെ റോഡ് കാണുമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് മെയ്ഡ് ഫോർ ഇന്ത്യൻ റോഡ്സ്. ഇത് പറഞ്ഞെങ്കിൽ തീരത്തില്ലേ ദൈവമേ. ഷെടാ മാറി പൂച്ചേ.
ഇത് ഓൺ റോഡാണോ ഓഫ് റോഡായിട്ട് കണക്ക് കൂട്ടണോ എന്താണിത് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് പറ കേട്ടോ. കുറച്ച് റോഡ് ഉണ്ട് ഭാഗ്യം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിട്ട് 835 mm ആണ്. സോ എല്ലാവർക്കും പ്ലാന്റഡ് ഫ്രൂട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല, എനിക്ക് പോലും ഇല്ല കേട്ടോ. എന്ത് വഴി ഇത്? നാട്ടിൽ വന്നപ്പോൾ കുറച്ച് നല്ല വഴി കിട്ടുമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ട്രാഫിക്കില്ല. ഓക്കെ, അത് സംഭവിച്ചു. ഈ ഒരു ഓഫ് റോഡ് ഉണ്ടോ, ഇത് ഞാൻ 7ാം ക്ലാസ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം അന്ന് തൊട്ടേ ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കും. ഞാൻ പഠിച്ച സ്കൂളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വലുതായിട്ട് ഹീറ്റാക്കാനും വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഫാൻ റണ്ണിങ് ആണ് കേട്ടോ. വണ്ടി ഞാൻ എടുക്കുമ്പോൾ ടോട്ടലി കൂൾ ഡൗൺ ആയിട്ടുള്ള വണ്ടിയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചേ ഉള്ളൂ. എനിക്കൊന്നൊരു മാക്സിമം 5 കിലോമീറ്റേഴ്സ് ആയി കാണത്തില്ല ചിലപ്പോൾ, അതിനെക്കാട്ടി കുറവാണ്. പക്ഷേ ഓൾറെഡി ഫാൻ റണ്ണിങ് ആണ്. ഇനി എന്തെങ്കിലും കാലിബ്രേഷൻ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഫാൻ ഇപ്പോൾ ഓൾറെഡി എനിക്ക് നല്ല രീതിയിൽ കേൾക്കുകയും ചെയ്യാം. അതും ഹെൽമെറ്റിനകത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഫാനിൻ്റെ സൗണ്ട്. പക്ഷേ എനിക്ക് സ്പീഡിനകത്ത് എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കയറുന്നത്. പക്ഷേ എനിക്കൊന്നും അത് കുറച്ചും കൂടെ സൈലൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്തിപ്പം അവരെന്തെന്നു എന്നെ നോക്കി ചിരിച്ചത്. ആയിക്കോട്ടെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് അല്ലേ. എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ടിരുന്നത്? ഫാൻ്റെ സൗണ്ട്. അപ്പം ഓൾറെഡി അത് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. എത്ര ടെമ്പറേച്ചറിലാണ് അത് വരുന്നതെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും അതുണ്ട്. ക്ലച്ച് എനിക്ക് കുറച്ചും കൂടെ ഹാർഡറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മീൻസ് ഹിമാലയൻ ഓട്ടിക്കുന്ന ഒരാൾ വന്നിട്ട് ക്ലച്ച് ഹാർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കാം. ഒബ്വിയസ്ലി സ്ക്രാംബ്ലറാണ്, അതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. സ്പീഡിന് ഞാൻ ഇന്നലെ ഉപയോഗിച്ച ആ സ്പീഡിനെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കുറച്ചും കൂടെ ഹാർഡറായിട്ട് തോന്നുന്നു എന്നുള്ളത്. ഇനി അവരത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞ ആ വിൻവൈസറിൻ്റെ കാര്യം ഇതിനകത്ത് ആപ്ലിക്കബിളാണ്. വിൻവൈസർ ഇല്ലാതെ വലിയൊരു സുഖം തോന്നില്ല. എന്താ എല്ലാവരും അപ്പുറത്തെ സൈഡിലൂടെ ഞാനിപ്പുറത്തെ സൈഡിലൂടെ, എനിക്ക് വഴി തെറ്റുന്നതാണോ ദൈവമേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ വ്യത്യാസമുണ്ടല്ലോ. ഈ പണിയൊക്കെ എന്ന് തീരുമെന്തോ. ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ വേറെ കാര്യം, ബ്രേക്കിംഗ് വെയിറ്റ് കമ്പയർഡ് ടു സ്പീഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഇന്നലത്തെ ആ ഒരു രീതിയിൽ വെച്ചാണ് ഞാൻ ആദ്യമേ ഒന്ന് പിടിച്ചു നോക്കിയത്. അന്നേരത്തേക്ക് അവിടെ ഒരു ചെറിയൊരു ഡിലേ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് ആലോചിച്ച് നിർത്തണോ വേണ്ടയോ എന്നിട്ടായിരുന്നു വണ്ടി ബ്രേക്കായത്. അപ്പം ബ്രേക്കിംഗ് വൈസ് നോക്കുവാണെങ്കിൽ സ്പീഡാണ് കുറച്ചും കൂടെ നല്ലൊരു ബ്രേക്കിംഗ് ഫോഴ്സ് എനിക്ക് തന്നത്. ഇതിനകത്ത് ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷേ നമുക്ക് അത്രയ്ക്കൊരു പഞ്ചിനെസ് കിട്ടുന്നില്ല. കണ്ടോ,
ആ ഒരു ചെറിയ ഡിലേ ഉണ്ട്, ഒരു മന്ദത. ഒന്ന് ആലോചിക്കും, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ടാണ്. ഒരു സെക്കൻഡ് അല്ല, ഒരു മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് സ്ക്രാംബ്ലർ എനിക്ക് സ്പീഡിൻ്റെ സൗണ്ട് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കാരണം അത് കുറച്ചും കൂടി രസമുണ്ടായിരുന്നു. ഇത് രസമില്ലെന്നല്ല, ഉണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ പടക്കം പൊട്ടിക്കുന്ന ഇതൊരു സൗണ്ടാണ് കേട്ടോ. മറ്റേത് കുറച്ചും കൂടെ നല്ല ബാസ് തരുന്നുണ്ടായിരുന്നു, ഒരു സിംഗിൾ ഇതായതുകൊണ്ട്. ഇതിപ്പം അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊരു ബാസ് ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഒന്ന് പൊട്ടിക്കുന്ന കണക്കൊരു ചെറിയ സൗണ്ട് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ചിലപ്പം ഈ ഒരു സൈലൻസർ ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. അതാണ് അങ്ങനെ ഗിയർ ബോക്സും നമ്മുടെ സ്പീഡിൻ്റെ വെച്ച് നോക്കുമ്പോൾ സെയിം ആണോ എന്ന് വെച്ചാൽ സെയിം ആണ് എങ്കിൽ, പക്ഷേ എന്തോ ഒരു ചെറിയ ഡിഫറൻസ്. പക്ഷെ അത് നല്ലതാണ്, വണ്ടിക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് അത്. ആ സ്ക്രാംബ്ലർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രീതി. വഴി തെറ്റിയോ? ചേട്ടാ താമി താന്നി ആ ഓക്കെ. ഓക്കെ, അപ്പം ഇടയ്ക്കൊന്ന് വഴി തെറ്റിയതാ കേട്ടോ. എന്താണ് നമ്മൾ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ ഫാനിൻ്റെ സൗണ്ട് എനിക്കിപ്പോൾ നല്ല രീതിക്ക് കേൾക്കാം. ഒന്ന് കൈ കൊടുത്തതേ ഉള്ളൂ. മേ ബി ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് ചെറുതായിട്ട് ക്ലംസിയാണ്. ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാൻ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ മന്ദതയുണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സ്പീഡെന്ന് പറയുന്നത് പ്യുവർലി ഒരു എന്താ പറയുക, വേട്ടക്കാരനെ പിടിക്കാൻ ഇറങ്ങിയ വേട്ടാമൃഗമാണ്. പക്ഷേ ഇത് ഫണ്ടിന് വേണ്ടിയുള്ള കുറച്ചും കൂടെ ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. മറ്റേത് സിറ്റി ഓറിയൻറ്റഡ്, ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ചും കൂടെ ഓഫ് റോഡ് സെൻട്രിക്കൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു മെഷീൻ ഓഫ് കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ണ് ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ADV ലവറാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെ കാരണമാണ് എനിക്ക് ഇഷ്ടം. ഏതാണ് ബെറ്റർ ഓഫ് ദ ടു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെ പറയില്ല. കാരണം രണ്ടും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. സ്പീഡ് ഒരു ഹൈവേ ഓറിയൻറ്റഡ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഹൈവേക്ക് പറ്റിയ രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ഓഫ് റോഡ് കണക്ക് എടുത്തുകൊണ്ട് പോയി. ഓഫ് റോഡല്ല, ഓൺ റോഡായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് വേണമെങ്കിൽ ഒരു ഓഫ് റോഡായിട്ടും കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പക്കയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം സ്പീഡായിരുന്നെങ്കിൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തേനെ. കാരണം അതിൻ്റെ വീല് കുറച്ചും കൂടെ ചെറുതാണ്. അത് കുറച്ചും കൂടെ റോഡിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സെറ്റ് ഓഫ് ടയേഴ്സുമാണ് അതിനകത്ത് വരുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തേനെ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രാംബ്ലർ എന്നുള്ള രീതിക്ക് അതിൻ്റെ ദിസ് ഈസ് ഡൂയിങ് ഇറ്റ്സ് വർക്ക്. പിന്നെ എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഇത് കുറച്ചും കൂടെ ഒന്ന് അവർ ഇത് കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് അക്സസറി ആയിട്ടാണ് മറ്റേ ഫ്രണ്ടിലത്തെ ബീക്കെല്ലാം കൊടുത്തത്. അത് അങ്ങനെ ചെയ്തത് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരുന്നെങ്കിൽ മീൻസ് സ്ക്രാംബ്ലറിന്, ഞാൻ സ്പീഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല, പക്ഷേ സ്ക്രാംബ്ലറിന് അതൊന്ന് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം അപ്പോഴേ അതിനൊരു പ്രോപ്പർ സ്ക്രാംബ്ലറിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ. കാരണം ആണല്ലോ ഒരു ഹൈസെറ്റ് ബീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഓഫ് റോഡ് ഓറിയൻറ്റഡ് വണ്ടി നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ മഡ്ഗാർഡ് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് താഴെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ കൊല്ലം താന്നി ഏരിയയിലാട്ടോ വന്നിരിക്കുന്നത്. താന്നി ബീച്ചാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ ചോദിച്ചാൽ പറ്റത്തില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കടലും റൈറ്റ് സൈഡിൽ എന്താ പറയാൻ വന്നത്,
ലെഫ്റ്റ് സൈഡിൽ കായലും റൈറ്റ് സൈഡിൽ കടലുമാണ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ഓക്കെ, അപ്പം നമുക്കിനി എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളോട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളൊരു സ്പോട്ട് തപ്പി നിൽക്കുകയാണ് നമ്മളിപ്പം. കുറച്ചപ്പുറത്തോട്ടൊരു സ്പോട്ടുണ്ട്, അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി അവിടെ പയ്യെ നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. ആ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഒരു രസമുണ്ട് ചുമ്മാ. അവിടെ എന്തൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളൂ. നമുക്കതിന് പയ്യെ അപ്പുറത്തെ സൈഡിലോട്ട് വണ്ടി എടുക്കാമല്ലേ. ഞാൻ വിചാരിച്ചു നേരത്തെ അത് ഫ്യൂൽ ഇല്ലാത്തതുകൊണ്ടാണ്. പൊതഞ്ഞ പോലെയാണോ? ഓക്കെ, അപ്പം വണ്ടിയിലോട്ട് തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സീറ്റിനെ പറ്റിയിട്ടാണ്. സീറ്റ് കുഷനിങ്ങൊക്കെ ഉണ്ട്. ബാക്കിലത്തെ പില്ലിന് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ സീറ്റ് കുറച്ച് ചെറുതായത് എനിക്ക് ആൾ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ഞാനൊരു പില്ലിനെ വെച്ച് ഓട്ടിച്ച് നോക്കിയിരുന്നു. അപ്പം സീറ്റ് കുറച്ച് ചെറിയതാണ് എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ലോങ് റൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മളൊരു എയർ സീറ്റും കൂടെ അഡീഷണൽ ചെയ്യേണ്ടി വരും. അല്ലാതെ ഷോർട്ട് റൈഡ്സിൻ്റെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഓക്കെ, പിന്നെന്താ പറയാനുള്ളായിരുന്നു? ഓക്കെ, നമ്മുടെ തൈസ് ലോക്ക് ചെയ്യുന്ന കാര്യം. നമ്മൾ എഴുന്നേറ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തൈസ് ലോക്ക് ചെയ്യുന്ന കാര്യത്തിനകത്തൊരു ചെറിയ ഡിഫിക്കൽട്ടി എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു സ്ക്രാംബ്ലറായിട്ട് കാണുന്നതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആ പോയിൻറ്റ്സ് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച് എന്താ ചെയ്യുക, നമ്മുടെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് അതിൻ്റെ ഇതിരിക്കുന്നത്. അപ്പോൾ പ്രീലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ഹിമാലയനിൽ ഞാനത് കുറേ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കിതൊരു സീറേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്കതെന്നേരം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ കേട്ട് വെക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കമ്പാരിസൺ, സ്പീഡും സ്ക്രാംബ്ലറുമായിട്ടുള്ള ഒരു സൗണ്ടിൻ്റെ കമ്പാരിസൺ നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് വെക്കുക, രണ്ടിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയില്ലെന്ന് നിങ്ങളത് പറഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3,48,000 എന്തോ ആണ്. ഞാനത് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം എത്ര എന്നുള്ളത് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പം ആ പൈസയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ ടോട്ടലി എഗ്രി ചെയ്യും. ഇതൊരു സ്ക്രാംബ്ലറാണ്, ഇറ്റ് ഈസ് ഡൂയിങ് ഇറ്റ്സ് ഡ്യൂട്ടി. ഓക്കെ, ആ കാര്യത്തിലങ്ങ് യാതൊരു ഡൗട്ടും ഇല്ല. ഒരു പക്കാ വണ്ടി തന്നെയാണ്. സ്ക്രാംബ്ലറായിട്ട് ഇറക്കി അതൊരു സ്ക്രാംബ്ലർ തന്നെയാണ്, അല്ലാതെ ചുമ്മാ ഒരേ എഞ്ചിൻ വെച്ച് അങ്ങനെ ചില്ലറ കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ല. പ്യൂറായിട്ടൊരു സ്ക്രാംബ്ലറാണ്. ഇറ്റ്സ് ഡൂയിങ് ഇറ്റ്സ് ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ക്രാംബ്ലർ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ADV നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണ്. റൈറ്റ്, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നുമില്ല. ഔട്ട് ഓഫ് 10 എത്ര പോയിൻറ്റ്സ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ഗീവ് ഒരു 8. ഓക്കെ, ആ 2 പോയിന്റ് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ സീറ്റിൻ്റെ കാര്യവും, 2 ആ തൈസ് ലോക്ക് ചെയ്യുന്നതിനകത്തുള്ള ഒരു പ്രശ്നമാണ്. അല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബൈക്ക് ഈസ് ഓസം. ഓക്കെ, ഞാൻ പൈസ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ വാങ്ങിച്ചില്ല കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി ഒരു ADV ഫാനാണ്. ADV എല്ലാ വണ്ടികളും ഞാനത് ഓടിച്ച് നോക്കി. എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ള ADVകൾ വളരെ ചുരുക്കമാണ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഏതൊക്കെയായിരിക്കും വണ്ടികളെന്നുള്ളത്. ഞാൻ അധികം ADVകളൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട വണ്ടികളും ഇഷ്ടപ്പെടാത്ത വണ്ടികളും എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിയിട്ടും കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിന് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് എനിക്ക് ഏതൊക്കെ വണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ വണ്ടി ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. അപ്പം വളരെ ചെറുതായിട്ടുള്ളൊരു എന്താ പറയുക ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ഉണ്ട്. ഞാൻ ഒരു 20-25 കിലോമീറ്റേഴ്സ് ആയിരിക്കും ഇത് ഓട്ടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താ ബാക്ക് ടു ബാംഗ്ലൂർ ആയിരിക്കും ഇനി നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ട്രയംഫിൻ്റെ കുറച്ചും കൂടെ വണ്ടികൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് KL20 സൈനിങ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.